ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൂടാതെ തന്നെ നമ്മൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡും ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണെന്ന് നോക്കാം. ഈ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956 ആസ് ഏജൻസീസ് ഓഫ് സിഡോ. ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1956 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് സിഡോ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏജൻസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡെവലപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ടു ഡെവലപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. There are 28 SSI സെറ്റപ്പ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ 28 സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത്. ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ 28 SSIs ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ SSI സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഏജൻസി ആയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾ ഓവർ ഇന്ത്യ ഒട്ടാകെ 28 SSIs ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഫങ്ഷൻസ് ഓർ സർവീസസ് ഓഫ് SSIs. സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നോ എക്കണോമിക് ആൻഡ് മാനേജീരിയൽ കൺസൾട്ടൻസി സർവീസസ് ടു ദ SSI യൂണിറ്റ്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള മാനേജീരിയൽ ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ SSI സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരാവശ്യപ്പെടുന്ന മാനേജീരിയൽ ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്കണോമിക്കൽ അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, SSIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് വർക്ക്ഷോപ്പ് കോമൺ ഫെസിലിറ്റീസ് ടു ഇൻഡസ്ട്രിയൽസ് അറ്റ് റീസണബിൾ ചാർജസ്. വർക്ക്ഷോപ്പ് കോമൺ ഫെസിലിറ്റീസ് ഇൻഡസ്ട്രിയലിസ്റ്റിന്, അതായത് ഓൺട്രപ്രിനേഴ്സിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ജോബ് എങ്ങനെ പെർഫോം ചെയ്യണം, ഒക്കെ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യാം, എത്ര പെട്ടെന്ന് ഈസിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോ വർക്ക്ഷോപ്പും അവർക്ക് ഇൻഡസ്ട്രിയലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് റീസണബിൾ ചാർജ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവർ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചാർജ് വെച്ചിട്ടുള്ള വർക്ക്ഷോപ്പ് കോമൺ ഫെസിലിറ്റീസ് SSIs ഇൻഡസ്ട്രിയലിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷൻ, ഇറ്റ് കണ്ടക്ട് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അവരെ ഡെവലപ്മെൻറ്റിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസൊക്കെ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, SSIs കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് കണ്ടക്ട് ഡീറ്റെയിൽഡ് പ്ലാൻ സ്റ്റഡീസ് ടു ലൊക്കേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് അതർ പ്രോബ്ലംസ്. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തുന്നുണ്ട്. സ്റ്റഡി നടത്തിയതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഓവർകം ഒക്കെ പരിഹാരം കണ്ടിട്ട്
ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും, നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്, ഈ SSIs ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും പ്രോബ്ലംസൊക്കെ കണ്ടെത്തി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള പരിഹാരം ആര് കാണുന്നുണ്ട്, SSI കാണുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റ് ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റ്സ്. സിക്ക് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ യൂണിറ്റ്സിനെയാണ് സിക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു യൂണിറ്റ്സ് ലോസിലാവും പോയിക്കൊണ്ടിരിക്കുക, അത് അടച്ചുപൂട്ടാനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിക്ക് യൂണിറ്റ്സ്. അത്തരത്തിലുള്ള സിക്ക് യൂണിറ്റ്സിൻ്റെ റിഹാബിലിറ്റേഷൻസ് അത് പ്രോഫിറ്റിലോട്ട് എത്താനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള റിഹാബിലിറ്റേഷൻസ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, SSIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് അഡ്വൈസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ പോളിസി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സ്മോൾ ഇൻഡസ്ട്രീസ്. സ്മോൾ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പോളിസീസും പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളായിട്ടുള്ള ഇതെന്ത് ചെയ്യുന്നുണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അത് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, SSIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും അതിൻ്റെ പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും ഡിസിഷൻസ് മേക്കിങ്ങും എടുക്കാൻ ഗവൺമെൻറ് ആയിരിക്കും എടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എടുക്കുക. ആ ഒരു എടുക്കാൻ ആവശ്യമായിട്ടുള്ള അഡ്വൈസ് അത് ഇങ്ങനെ എടുത്താൽ നന്നായിരിക്കും, ഈ രീതിയിലൊക്കെ അവർക്ക് അത് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് SSIs യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ഗൈഡൻസ് ഓൺ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വേസ്റ്റേജസ് ആൻഡ് സ്ക്രാപ്സ്. നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തുണ്ടായിരിക്കും, വേസ്റ്റേജും സ്ക്രാപ്പും ഉണ്ടായിരിക്കും. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് സ്ക്രാപ്പ്. ഈ സ്ക്രാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വില കുറച്ചുകൊണ്ട്, പക്ഷേ ഒരു പക്ക പ്രൊഡക്റ്റ് നമ്മുടെ മറ്റേ പ്രൊഡക്റ്റ് പോലെ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കും. ഈ സ്ക്രാപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വില കുറച്ച രീതിയിൽ നമുക്ക് വിൽക്കാൻ കഴിയും. അത്തരത്തിലുള്ള അപ്പം നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ വരുന്ന ചെറിയ കാര്യങ്ങൾ ഇഷ്യൂ കൊണ്ട് വരുന്ന കുഴപ്പങ്ങളാണ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടത്തുമ്പോഴുള്ള വേസ്റ്റേജും സ്ക്രാപ്പും ഒക്കെ എങ്ങനെ കുറക്കാം, എങ്ങനെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താം എന്നതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഗൈഡൻസും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, SSIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ, ഇറ്റ് സപ്ലൈസ് മാർക്കറ്റ് ഇൻഫർമേഷൻസ്. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്, SSI സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏത് മാർക്കറ്റിൽ വിൽക്കണം, അവിടെ സ്കോപ്പ് ഉണ്ടോ, ആ മാർക്കറ്റിൻ്റെ ഏരിയ എന്താണ്, അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ്, പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ, അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്, SSI യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ദ സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ ഗെറ്റിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്മോൾ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം, ഫിനാൻസ് വേണം. അവർക്കൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വേണം, ഫിനാൻസ് വേണം. ആ ഫിനാൻസ് നമുക്ക് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ലോൺ ആൻഡ് അഡ്വാൻസസ് ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതെങ്ങനെ കിട്ടണം, അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രൊസീജിയറിൽ കൊടുത്താലാണ് ഇത് കിട്ടുക, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ SSI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ, ഇറ്റ് കണ്ടക്ട് വാരിയസ് പ്രോഗ്രാംസ് ഫോർ വർക്കേഴ്സ് ഇൻ അതർ ഓർഗനൈസേഷൻ. ഈ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള വാരിയസ് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ഇൻ സ്മോൾ ഇൻഡസ്ട്രി ഇൻ സർട്ടൻ ട്രേഡ്സ്.
മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാരിയസ് പ്രോഗ്രാംസ് ഫോർ വർക്കേഴ്സ് ഇൻ അതർ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഇൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ സർട്ടൻ ട്രേഡ്സ്. സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലാത്ത മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മീഡിയം അല്ലെങ്കിൽ ലാർജ് അത്തരത്തിലുള്ള ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വാരിയസ് പ്രോഗ്രാംസ് അവർക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ SSI യൂണിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓർ സർവീസസ് ഓഫ് SSI യൂണിറ്റ്സ്. SSI യൂണിറ്റ്സ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ്, കിറ്റ്കോ. കിറ്റ്കോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ്. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് ഏതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡാണ് കമ്പനി ആയിരിക്കും. ഗവൺമെൻറ്റിലെ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും ഏത്, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1972 1972 ഈ കിറ്റ്കോ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കിറ്റ്കോ ഈസ് എ പബ്ലിക് സെക്ടർ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. പബ്ലിക് സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ് കിറ്റ്കോ. It has been established with the objective of meeting the technical consultancy needs of the entrepreneurs in the small, medium, large scale industrial sectors. നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോൾ ഇൻഡസ്ട്രീസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. ഈ കിറ്റ്കോയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് ദ ടെക്നിക്കൽ കൺസൾട്ടൻസി നീഡ്സ് ഓഫ് ദ ഓൺട്രപ്രണേഴ്സ് ഇൻ ദ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. സ്മോൾ സ്കെയിൽ സെക്ടറിലെയും മീഡിയം സ്കെയിൽ സെക്ടറിലെയും ലാർജ് സ്കെയിൽ സെക്ടറിലെയും ഓൺട്രപ്രണേഴ്സിൻ്റെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻസി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് കിറ്റ്കോ. ഒന്നാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ആൻഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്സ്, ഫോളോ അപ്പ് വിത്ത് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പ് നോക്കുക വിത്ത് ദ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്ക്സും ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊജക്റ്റ് ഐഡിയാസും പ്രൊജക്റ്റ് റിപ്പോർട്ട്സും ഫോളോ അപ്പ് ഒക്കെ എന്ത് ചെയ്യുക, നടത്തി കൊടുക്കുന്നുണ്ട്. ബാങ്ക്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ ലാർജ് അല്ലെങ്കിൽ മീഡിയം സ്മോൾ ഓർഗനൈസേഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കണ്ടെത്തുന്നത് ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നായിരിക്കും. ആ ഒരു ബാങ്ക്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കമ്പനി എന്താ ചെയ്യുന്നത്, ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കിറ്റ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് ഐഡിയാസും ആ ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് ഐഡിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഫോളോ അപ്പ് നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ കിറ്റ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അപ്രൈസൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിൻ്റെ അപ്രൈസൽ നടത്തുക, അത് നോക്കുക, പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ സോൾവ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, പ്രോജക്റ്റ് റിപ്പോർട്ടിനെ അല്ലെങ്കിൽ പ്രോജക്റ്റിനെ നമ്മൾ അപ്രൈസ് ചെയ്യാം. നെക്സ്റ്റ്, ഓൺട്രപ്രനേറിയൽ ഗൈഡൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓൺട്രപ്രനേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും അവരെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും അല്ലെങ്കിൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. നെക്സ്റ്റ്, കൺസൾട്ടേഷൻ സർവീസസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് ടൂറിസം ഇൻഡസ്ട്രീസ്.
ഹെൽത്ത് ആൻഡ് ടൂറിസം ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സർവീസസ് കൊടുക്കുക. ഹെൽത്ത് ആൻഡ് ടൂറിസം സെക്ടറിൽ ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി, അവർക്ക് ഏതൊക്കെ കൺസൾട്ടൻസി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസസ് അവർക്ക് കൊടുക്കാം. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് സ്റ്റാഫ്സ്. ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെയും അല്ലെങ്കിൽ സ്റ്റാഫിനെയും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അവരെ അപ്പോയിൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഫോർ റിവൈവൽ ഓഫ് സിക്ക് ഇൻഡസ്ട്രീസ്. സിക്ക് യൂണിറ്റ്സ് റിവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നടത്തുക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിക്ക് യൂണിറ്റ് വന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ ലോസിൽ പോകുന്നത്, അത് പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ള ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കിറ്റ്കോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എക്കണോമിക് സർവീസ് ടു ഇവാലുവേറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ സ്കീംസ്. ഡെവലപ്മെൻറ്റൽ സ്കീംസിന് ആവശ്യമായിട്ടുള്ള എക്കണോമിക് സർവേസ് കണ്ടക്ട് ചെയ്യുക, അതെന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. എക്സിക്യൂട്ടീവിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ്, മാർക്കറ്റ് സർവീസ് ഫോർ സ്പെസിഫിക് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ചില പ്രോഡക്റ്റ്സ് എന്തുണ്ടായിരിക്കും, മാർക്കറ്റിൽ അതിൻ്റെ സ്കോപ്പ് ഉണ്ടായിരിക്കില്ല. അതേപോലെ ചില സർവീസസ് മാർക്കറ്റിന് സ്കോപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് എന്താവും, അത് ഔട്ടാവും. അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോഡക്ട്സിനും സർവീസസിനും ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് സർവേസ് കണ്ടക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുന്നത്, അതിൻ്റെ പ്രൈസിൽ ഇനി മാറ്റം വരുത്തണോ, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തണോ, ക്വാളിറ്റിയിൽ മാറ്റം വരുത്തണോ, അങ്ങനെ ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് സർവേസും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാം. ദീസ് ആർ ദ ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് കിറ്റ്കോ. കിറ്റ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1972 ഈ കിറ്റ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പബ്ലിക് സെക്ടർ കൺസൾട്ടൻസി ഓർഗനൈസേഷനാണ്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ സെക്ടറിലെയും മീഡിയം സ്കെയിൽ സെക്ടറിലെയും സ്മോൾ സ്കെയിൽ സെക്ടറിലെയും ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി നീഡ്സ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, സ്റ്റെഡ് പ്രോജക്റ്റ്. ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, സ്റ്റെഡ് പ്രോജക്റ്റ്. എന്താ നോക്കാം. This is an autonomous organization working under the development of science and technology, Government of India. ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള, സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത് ഈ സ്റ്റെഡ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അണ്ടറിലാണ് ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. The main objective of STED is development of entrepreneurship and generation of employment through science and technology inputs. ഈ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, മീഡിയം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റിനും പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ദെൻ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റെഡ് പ്രോജക്റ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത് നോക്കാം. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് തന്നെ. അല്ല, ഒന്നാമത്തത് ടു ഐഡൻറ്റിഫൈ ഫീസിബിൾ റിസോഴ്സസ് ബേസ്ഡ് ഓൺ പ്രോജക്റ്റ് ഇൻ ദ റീജിയൻ കവറിങ് ബോത്ത് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്. പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഫീസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക, കണ്ടെത്തുക. വില കുറച്ച രീതിയിൽ റീസണബിൾ പ്രൈസിൽ അതിന് ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്യൂറ്റബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക, പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ടെക്നോളജി സെലക്ഷൻ, ടെക്നോളജി അപ്ഗ്രഡേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ.
ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മോഡേൺ അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി സെലക്ട് ചെയ്യുക. ദെൻ അതിൽ അപ്ഗ്രഡേഷൻ, എന്തെങ്കിലും അപ്ഡേറ്റ് വരുത്തരുതുണ്ട്. അതായത് ഓൾഡ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മോഡേണിലേക്ക് മാറുക. മോഡേണിലേക്ക് മാറുമ്പോൾ നമുക്കത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഓൾഡിൽ ഇപ്പോൾ 5 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡേണിൽ ഇപ്പോൾ ഒരു 100 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ ടെക്നോളജി എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്യുക. ദെൻ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുക. ഇതാണ് സ്റ്റഡ് പ്രോജക്റ്റിൻ്റെ വേറൊരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ്, ടു റെഗുലർലി ഓർഗനൈസ് ഓൺടർപ്രൈസ് അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഓൺടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽ പ്രോഗ്രാംസും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും അവയർനെസ് കൊടുക്കുക. അവർക്ക് റെഗുലറായിട്ട് അതിനെക്കുറിച്ചിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് സ്കില്ലിനെ കുറിച്ചിട്ടും അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുമുള്ള അവയർനെസ് അവർക്ക് എന്ത് ചെയ്യുക, റെഗുലർലി ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. നെക്സ്റ്റ്, to seek cooperation of other organizations involved in similar activities as well as development agencies and scientific collaborators. നമ്മളിപ്പോൾ സെയിം ആയിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടത്തുക, ഒരു സെയിം പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനാണ് നടത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട്, നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു കോഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റഡ് പ്രോജക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റഡ് പ്രോജക്റ്റ്. ഫീസിബിളായിട്ടുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ, പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫീസിബിളായിട്ടുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ടെക്നോളജി സെലക്ട് ചെയ്യുക, ടെക്നോളജി അപ്ഗ്രഡേഷൻ നടത്തുക അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തുക, അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ദെൻ ഓൺടർപ്രണേഴ്സിന് റെഗുലറായിട്ട് എന്ത് ചെയ്യുക, അവരുടെ സ്കിൽ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും അവെയർനെസ് കൊടുക്കുക. ദെൻ സെയിം ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നല്ലൊരു കോഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഫങ്ഷൻസും അല്ലെങ്കിൽ അതിൻ്റെ സർവീസസും പഠിച്ചു. നെക്സ്റ്റ്, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ്, കിറ്റ്കോ. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഓക്കെ, താങ്ക് യു.